കാഴ്ചയുടെ മഹാത്ഭുതമൊരുക്കി പെരുമ്പാവൂരിനെ ആഘോഷസാന്ദ്രമാക്കുന്നു മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി 9 മുതൽ പെരുമ്പാവൂർ പാലക്കാട്ടുതാഴം മൈതാനിയിൽ. ഏവർക്കും സ്വാഗതം. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റിൽ നിന്നും രക്ഷ നേടാൻ വഴിതേടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജീവ് ഭീഷണിയുമായി രംഗത്ത്. UDF ഭരിക്കുന്ന മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ കോൺഗ്രസ് അംഗം സാറാമ്മ ജോണാണ് വാർത്താ സമ്മേളനത്തിൽ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയത്. ജനവാസ കേന്ദ്രത്തിന് നടുവിൽ പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റിൽ നിന്നും രക്ഷ നേടാൻ വഴിതേടുമെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് രാജ്യഭീഷണിയുമായി രംഗത്തെത്തിയത്. UDF ഭരിക്കുന്ന മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് കോൺഗ്രസ് അംഗം സാറാമ്മ ജോണാണ് വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. എന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നമായിട്ട് എന്നെ പിടിച്ചു നിർത്തി. ഞാൻ 2 പ്രാവശ്യം ജയിച്ചു. പക്ഷെ ഈ ഒരു കാര്യത്തിന് ഞാൻ രാജിവെക്കാന്ന് പറഞ്ഞ ആ ഒരു വിഷമം എനിക്കില്ലേ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ ഓഫീസേഴ്സ്, അതാത് ഡിപ്പാർട്ട്മെന്റ് പൊല്യൂഷൻ കൺട്രോൾ, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് ആണെങ്കിൽ അതേപോലെ പഞ്ചായത്ത്, താലൂക്ക് സഭ, ഇവരൊക്കെ ഇതിന് ആക്ഷൻ എടുക്കണം. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കണം. അവിടെ ഞാൻ പരാതി കൊടുത്തു. CI പറഞ്ഞു ഒരു കാരണവശാലും അവിടെ സ്മെല്ല് വരാൻ പാടില്ല. അവനെ സമ്മതിക്കില്ല. അവൻ പറയും എന്റെ പണി ഇതാ ഞാൻ നടത്തും. ദേശീയപാതയുടെ ഓരത്ത് വാളകം കവലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനം എല്ലാ നിയമങ്ങളും ലംഘിച്ചാണ് പ്രവർത്തിച്ചു വരുന്നതെന്നും ഇതിനെതിരെ വാളകം ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് മുതൽ ജില്ലാ കളക്ടർക്ക് വരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് റിട്ടയർഡ് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കൂടിയായ സാറാമ്മ പറഞ്ഞു. പണ്ടത്തെ ബോസ് തിയേറ്ററാണത്. അതിപ്പോൾ ഗോഡൗൺ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഗോഡൗണിൻ്റെ മറവിൽ വേസ്റ്റ് സാധനങ്ങൾ, അതായത് മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി, എറണാകുളം എന്ന് വേണ്ട പല സ്ഥലങ്ങളിൽ നിന്നും ഹോട്ടൽ വേസ്റ്റുകളും അതുപോലെ വീടുകളിൽ നിന്നും ഹോട്ടൽ വേസ്റ്റുകളും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വേസ്റ്റ് പ്ലാസ്റ്റിക് സാധനങ്ങളും എല്ലാം കുപ്പികൾ ഇതെല്ലാം അവർ കലർത്തി അത് കൊണ്ടുവന്ന് നമ്മുടെ ഈ ബോസ് തിയേറ്റർ എന്ന് പറഞ്ഞ ആ ഗോഡൗണിൽ തരം തിരിച്ച് അങ്ങനെ അവർ നിൽക്കുകയാണ്. എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. 6 മാസമായിട്ട് എനിക്ക് ചുമയും ശ്വാസം മുതലും പ്രയാസവും ഒക്കെയാണ്. ആ കൊച്ച് സക്കറിയ എന്ന് പറഞ്ഞ ആ കുട്ടി അത് ഒരു ബിസിനസ് ചെയ്യുന്നതിന് ഞങ്ങൾ ഒബ്ജക്ഷൻ അല്ല ഞങ്ങൾക്ക്. പക്ഷേ ഇങ്ങനെയുള്ള മനുഷ്യർക്ക് മാനസികവും ശാരീരികവും പ്രയാസം അങ്ങേയറ്റം വരെ നമ്മുടെ മരണത്തിന് വരെ യോഗ്യമാക്കി തീർത്തിട്ടുള്ള രോഗങ്ങളാണ് അവിടെ വന്ന് നിൽക്കുന്നത്. കാരണം എനിക്കൊരു ശ്വാസം മുട്ടൽ 6 മാസമായി തുടങ്ങിയിട്ട്, പിന്നെ ചുമയും. ഈ നിമിഷം വരെ എല്ലാ ഹോസ്പിറ്റലിലും പോയി ഒരു ഡോക്ടർമാരും നിങ്ങൾക്കൊരു അസുഖമില്ല. പക്ഷേ ഈ മണം കേൾക്കുമ്പോൾ ശ്വാസം മുട്ടലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രയാസം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വൈകിട്ട് ഒരു 7 മണിയോടുകൂടിയും രാവിലെയും വന്നാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് അറിയാൻ സാധിക്കും. MLAയ്ക്കും DCC പ്രസിഡന്റിനുമടക്കം നിവേദനം സമർപ്പിച്ചെങ്കിലും പ്രയോജനം ലഭിച്ചില്ല. UDF ഭരിക്കുന്ന വാളകം ഗ്രാമപഞ്ചായത്ത് അധികൃതരും മൗനം പാലിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരംഗത്തിന്റെ മാത്രം ഭൂരിപക്ഷമുള്ള മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്കുള്ള പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും ഇവർ പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ അനുമതി പത്രത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന പ്രവർത്തനമേ നടത്താവൂ എന്ന് കാണിച്ച് സ്ഥാപനത്തിന് നോട്ടീസ് നൽകിയിട്ട് മാസങ്ങളായി. എന്നാൽ ഇതൊന്നും മുഖവിലക്കെടുക്കാതെ നിരവധി ലോറികളിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നടക്കമുള്ള ഹോട്ടലുകളിൽ നിന്നും ഫുഡ് വേസ്റ്റ് അടക്കം ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് തരംതിരിക്കുകയാണെന്ന് സാറാമ്മ ആരോപിച്ചു. തല്ലുണ്ടാക്കാൻ അറിയാം, പക്ഷേ ശരിയല്ലല്ലോ. തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ റൗഡി പോലീസിൽ നിന്നുകൊണ്ട് റൗഡിയാണ് പോക്കറ്റിലും കാണിച്ചതെന്ന് പറയുള്ളൂ. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വഴികളിലും പരാതി കൊടുത്തതൊക്കെ. പക്ഷേ പരാതി സ്വീകരിച്ചിട്ട് അത് അന്വേഷണം നടത്തിയെങ്കിലും അവരിതുവരെ യാതൊരു നടപടിയും അതിനകത്ത് എടുത്തിട്ടില്ലെന്നുള്ളതാണ്. ഈ എല്ലാ ഏജൻസികളും വന്ന് പരിശോധിച്ച് പോയി, ഒരു നടപടിയും ഉണ്ടായില്ല. പഞ്ചായത്ത് സെക്രട്ടറി വന്നു പരിശോധിച്ച് പോയി. പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു ഭയങ്കര സ്മെല്ലാണ്, ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ ലൈസൻസ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാനിതുകൊണ്ടൊന്ന് മാറ്റില്ല എന്ന് പോയി ശാഠ്യം പിടിച്ചിരിക്കുന്നു. അടുത്ത് താമസിക്കുന്ന നമ്മൾ വേണമെങ്കിൽ വിറ്റിട്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം. മക്കൾ വന്നിട്ട് ഒരെണ്ണോ ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം കിടന്നില്ല.
ഞങ്ങൾ പൈസ ചെയ്യുന്നവർ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നു. വിദേശ പഠനത്തിനായി ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു.